ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബാബീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകുന്നു കേട്ടോ. അപ്പോൾ മൂന്നാറിലേക്കാണ് ഇന്ന് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ കാടും ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആദ്യം നമ്മളെ അവർ വെൽക്കം ചെയ്യാനായിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ വെൽക്കം ചെയ്യാനായിട്ട് കുറിയും പൂക്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരുടെ ഒരു സിസ്റ്റമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് അവർ വിസിറ്റിംഗ് റൂമിൽ ഇരുത്തും. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കുറച്ച് തണുപ്പൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കുടിക്കാനായിട്ട് നല്ല ഒരു ചുക്ക് കാപ്പിയൊക്കെ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 4 റൂമാണ് എടുത്തത്. ഒരു വില്ല പോലെ ആണ് റിസോർട്ടിൽ 4 റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൂമിലേക്ക് പോകുന്നതിന് വേണമെങ്കിൽ ജീപ്പിൽ നമ്മളെ കൊണ്ടുപോകും. പക്ഷേ നമ്മൾ നടന്നിട്ടാണ്, നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നിട്ട് തന്നെയാണ് പോയത്. ലഗേജ് ഒക്കെ ജീപ്പിൽ അവർ നമ്മുടെ ലഗേജ് ഫുള്ള് ജീപ്പിൽ അവിടേക്ക് കൊണ്ടുവന്ന് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കാണുക എന്നുള്ളതാണല്ലോ നമ്മളെ. അപ്പോൾ ഫുള്ള് എല്ലായിടവും കാണുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ പാക്കിൽ നമ്മുടെ ലഗേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഈ കാണുന്നതാണ് നമ്മളെടുത്ത ഒരു റൂം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അപ്പുറത്തായിട്ട് ഒരെണ്ണം അങ്ങനെ നമ്മൾ റൂമാണിത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2 റൂമുണ്ട് കേട്ടോ. അപ്പോൾ 2 ഫാമിലിക്കായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ 2 റൂമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ടിടാനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലും ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂ ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ഒന്നും പറയാനില്ല, റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് അതായത് ഇന്ദ്രിയ സദേൺ പനോരമ എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള നല്ല കാഴ്ചകളൊക്കെ കാണാം. അതാണ് തൊട്ടടുത്ത് തന്നെ നമ്മൾ മക്കൾ അതിലാണ് താമസിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ മോനും വൈഫും അതേപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മോനും വൈഫുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും ഹസ്ബൻഡും ജ്യേഷ്ഠത്തിയും ഹസ്ബൻഡും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് മുകളിൽ ഏറ്റവും മുകളിലുള്ള ബാൽക്കണി. ഇവിടെ കയറി നിന്നാൽ മൊത്തം എല്ലായിടത്തും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് മലകളും കുന്നും അതേപോലെ മരങ്ങളും അങ്ങനെ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം നമ്മൾ ചെന്നപ്പോൾ കുറേ സമയം അവിടെ ഇരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു രാവിലെ 5 മണിക്ക് പുറപ്പെട്ടതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് സമയമൊക്കെ എല്ലാവരും റെസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ സ്വിമ്മിംഗ് പൂളിൽ മ്യൂസിക്കും ലൈറ്റും ഒക്കെ അവർ ഓൺ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നമ്മൾ അവിടെ എല്ലായിടത്തും നടന്നിട്ട് കാണുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഏകദേശം ഈ ടൈം ആകുമ്പോഴേക്കൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് നല്ലൊരു എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്വിമ്മിംഗ് പൂള്. ഇവിടെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ലൈറ്റും അതേപോലെ മ്യൂസിക്കും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലിറങ്ങിയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് മീനിനൊക്കെ വളർത്തുന്ന ഒരു കുളമുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, നല്ല ആഴമുണ്ട്. അതാണ് ആ കുളം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു. താങ്ക് യു.